നമുക്കറിയാം നമ്മുടെ പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ കന്യാമറിയത്തിൽ നമുക്ക് തുടങ്ങാണ്. ഓക്കെ, അപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. അതായത് ചെറുപ്പം മുതൽ വിശുദ്ധ ഗ്രന്ഥം അന്ന് എന്തായിരുന്നു? തോറ അല്ലെ, കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ വിശുദ്ധ പഴയ നിയമമാണ്. പഴയ നിയമം പരിശുദ്ധ കന്യാമറിയം നല്ല പോലെ വായിച്ചിരുന്നു. മനസ്സിലായോ? അപ്പോൾ പഴയ നിയമം അങ്ങനെ വായിക്കുന്ന തോറ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ കന്യാമറിയത്തിന് ചില വെളിപാടുകൾ, അതായത് 13 വയസ്സൊന്നായിട്ടില്ല അല്ലേ, 13 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ, അതായത് 6 വയസ്സ് അല്ലെങ്കിൽ വായിക്കുവാൻ പഠിച്ചപ്പോൾ തുടങ്ങി ബൈബിൾ വായിക്കുവാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ബൈബിൾ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ രക്ഷകൻ ഈശോ ജനിക്കുവാനായിട്ട് പോകുന്നു എന്ന ഒരു അറിവ് ലഭിക്കുകയാണ് പരിശുദ്ധ കന്യാമറിയത്തിന്. മനസ്സിലായോ? ഈശോ ജനിക്കുവാൻ പോകുന്നു എന്ന ഒരു അറിവ് ഈ വെളിപ്പെടുവാനായിട്ട് ഇടവരുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച ഒരു കാര്യം ഇതാണ്: എനിക്ക് ഈശോയുടെ അമ്മയുടെ ഒരു ദാസിയായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയാവണം? ഈശോയുടെ അമ്മയുടെ ഒരു ദാസി. അന്ന് ദാസികളൊക്കെ ഇഷ്ടംപോലുള്ള സമയമാണ്. അപ്പം നമുക്കറിയാം, അതായത് പരിശുദ്ധ അമ്മ ചിന്തിച്ചത് പ്രകാരമാണ് ഈശോ, അതായത് രക്ഷകൻ ജനിക്കുന്നത് ഏതെങ്കിലും വലിയൊരു വീട്ടിലായിരിക്കാം അല്ലേ, നല്ല പണക്കാരുടെ കോടീശ്വരന്മാരുടെ കൊട്ടാരത്തിലൊക്കെ ആയിരിക്കാം ചിലപ്പോ രക്ഷകൻ ജനിക്കുക. അങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവിടേക്ക് കടക്കണമെങ്കിൽ കുറച്ച് അനുഗ്രഹമൊക്കെ വേണം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. അപ്പോൾ ദാസിയായിട്ട് മാറുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആര്? പരിശുദ്ധ കന്യാമറിയം. മനസ്സിലായോ? പരിശുദ്ധ കന്യാമറിയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഈശോയുടെ അമ്മയുടെ, രക്ഷകന്റെ അമ്മയുടെ ഒരു ദാസിയായിട്ട് മാറണം. അപ്പോൾ ഈ പുസ്തകം ബൈബിൾ വായിച്ചതിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനായിട്ടിട വരുന്നു. രക്ഷകൻ ജനിക്കാറായി എന്ന് വെളിപ്പെട്ട് കിട്ടാനായിട്ടിട വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ അമ്മ കൂടുതൽ വായിക്കുന്നു. അങ്ങനെ ബൈബിളിനെ കുറിച്ച് ഈ ഒരു ആഗ്രഹം വളർത്തിയെടുക്കുന്നു. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം ഗബ്രിയേൽ മാലാഖ ആർക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് തന്നെയാണ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ എങ്ങനെയായിരിക്കാം ഈ വെളിപ്പാട് കിട്ടുവാനായിട്ട് ഇടവന്ന കാരണം നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത, അമ്മ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അല്ലെ, വെറുതെ വായിച്ചു പോവുകയായിരുന്നില്ല. പരിശുദ്ധ അമ്മ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോഴാണ് ഈ വെളിപ്പെടുത്തലൊക്കെ കിട്ടുവാനായിട്ട് ഇടവരുക. അപ്പോൾ അങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഇടവരുന്നു. അമ്മയോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം അല്ലേ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അമ്മയിൽ തന്നെ ഈശോ വന്ന് ജനിക്കുവാനായിട്ട് ഇടവരുന്നു. ദാസിയിലല്ല, ദാസിയെ ശുശ്രൂഷിക്കുക എന്ന ഒരു ആഗ്രഹമാണ്. ഈ ആഗ്രഹം കടന്നു വന്നത് അങ്ങനെ ഈശോയെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, ഈശോയെ ഒന്ന് കാണുവാൻ, ഈശോയെ കയ്യിലെടുക്കുവാനുള്ള ഒരു കൃപ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുക, ഈശോയുടെ അല്ലെങ്കിൽ രക്ഷകന്റെ അമ്മയുടെ ദാസിയായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ചത്. മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ നേരെ മറിച്ച് അതിൻ്റെ അപ്പുറത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ കാണുക ഇപ്രകാരമാണ് നമ്മൾ ചോദിക്കുക, നമ്മൾ പറയാറുണ്ട്, പൂ ചോദിച്ചപ്പോൾ എന്ത് തന്നു? പൂന്തോട്ടം തന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെയാണ് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഒരു അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് ഇടവരുകയാണ്. അപ്പോൾ പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം, ദൈവപുത്രന്റെ അമ്മയുടെ ദാസിയായി മാറണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതാ ദൈവപുത്രന്റെ അമ്മയായി മാറുവാനുള്ള ഒരു അനുഗ്രഹം ആർക്ക് കിട്ടുകയാണ്? പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുകയാണ്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത, ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. പൂ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പൂന്തോട്ടം കിട്ടുവാനായിട്ട് ഇടവരുന്നു. അപ്പൊ നമുക്ക് ഒന്ന് ചിന്തിക്കുക, നമ്മൾ ബൈബിൾ വായിക്കുവാനായിട്ട് പറയുമ്പോൾ വെറുതെ വായിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആകാതെ, നിങ്ങൾ കുറച്ചും കൂടി മുതിർന്നവരായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രായമുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പ്രായമുള്ളവരോടോ കൊച്ചുകുട്ടികളോട് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ കുറച്ചും കൂടി മുതിർന്നവരാണ്, യുവജനങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അല്ലേ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിയും എന്തൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ? കുറച്ച് കൂടുതലുണ്ടാവും.
അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കാം, ബൈബിൾ വെറുതെ വായിച്ചു പോകാതെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഗ്രഹിക്കുവാൻ, ചിന്തിച്ചുകൊണ്ട് വായിക്കുവാനും കൂടിയായിട്ട്, അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കുവാനും കൂടിയായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുക. മനസ്സിലായോ? ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ അതിലേക്ക് വളരണം. അതിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഇതുപോലെ പരിശുദ്ധ അമ്മ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ചിലപ്പോൾ അത്രയൊന്നും കിട്ടിയില്ല എങ്കിൽ തന്നെയും വേറെ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇടവരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം അങ്ങനെ പങ്കുവെച്ച ഒരു അനുഭവമാണ്. അപ്പോൾ അവർ ഇങ്ങനെ എന്താ പറയാ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് 2 മക്കളുണ്ട്. ഭർത്താവാണെങ്കിൽ വേർപെട്ട് നിൽക്കുവാനായിട്ട് ഇടവരുന്നു. ഭർത്താവ് പിന്നെ മദ്യപാനിയും ഒരുപാട് പ്രശ്നങ്ങളും സംശയങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് വേർപെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി വേണം 2 മക്കളെ വളർത്തി, 2 പെൺമക്കളാണ്, അവരെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഈ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി അങ്ങനെ ജോലിക്കായിട്ട് ഒരു വീട്ടിലാണ്. അപ്പോൾ സുൽത്താൻ്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം വീട് അവിടെ ഗൾഫിൽ, ഓക്കെ, അവരൊരു വീട്ടിൽ ഒരാളെ ശുശ്രൂഷിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അയാളുടെ പ്രത്യേകത, അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഏത് സ്ത്രീ വന്നാലും എന്താ പറയുക, ഒന്ന് തൊടാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവളെങ്ങനെയും വശീകരിക്കുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ് ഇയാൾ. മനസ്സിലായോ? അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല, പാടില്ല എന്നറിയാം, ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കും വേണം. 2 കാര്യങ്ങളാണ്. അതായത് നമ്മൾ പറയും ചിലപ്പം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ എന്ന് പറയും അല്ലേ? മനസ്സിലായോ? അങ്ങനെ ഒരു അനുഭവമാണ് അവൾക്കുണ്ടായത്. അതായത് എൻ്റെ മക്കളെ വളർത്തണം, വേറെ ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, പണം കിട്ടും. അതോടൊപ്പം തന്നെ എന്താണ്, ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിൽ ആയി മാറുകയാണ്. ഇങ്ങനൊരു വ്യക്തിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവൾ എടുത്ത മാർഗം മറ്റൊന്നുമല്ല, കുറച്ച് ബൈബിൾ വായിക്കാറുണ്ട്. അങ്ങനെ ഈ കിട്ടുന്ന സമയത്തൊക്കെ ഈ സ്ത്രീ പതുക്കെ ബൈബിൾ വായിക്കുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ബൈബിൾ വായിച്ചിട്ട് വേറൊന്നിനും ആഗ്രഹിക്കുന്നില്ല, വേറൊന്നിനും പ്രാർത്ഥിക്കുന്നില്ല. ഈ സ്ത്രീ വായിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, നീ സംരക്ഷിക്കുന്ന ദൈവമാണ്, ഈശോയെ നീ സംരക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്, നീ രക്ഷിക്കുവാനായിട്ടാണ് ജീവൻ ബലിയർപ്പിച്ചത്. ഇങ്ങനൊക്കെ ഈശോയോട് ഇങ്ങനെ പറയാണ്, കർത്താവേ എനിക്ക് ഇത് ആഗ്രഹമില്ല, അത് അയാളുടെ കെണിയിൽപ്പെടുവാനായിട്ട് ആഗ്രഹമില്ല, നീ തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വേറൊന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? പക്ഷെ ജോലി പോയി കഴിഞ്ഞാൽ പണമില്ല, മക്കളെ നോക്കാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സ്ത്രീ ആയിരിക്കുകയാണ്. അപ്പോൾ വേറെ എന്ത് ചെയ്യാം? ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പലപ്പോഴും ഈശോ അവളെ സംരക്ഷിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെടുവാനായിട്ട് ഇടവരുന്നു. മനസ്സിലായോ? അവളെ സംരക്ഷിക്കുന്നു. ചിലപ്പോഴൊക്കെ അവൾ പറയുന്ന ഒരു കാര്യം, ഈശോ നീ വാ, എൻ്റെ കൂടെ വാ. അയാൾ മുറിയിലേക്ക് പോകുമ്പോൾ ഈശോയും വിളിച്ച് കൊണ്ടുപോകുവാനായിട്ട് ഇടവരുന്നു. ഈശോയും നീയും കൂടി വാ, എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈശോ കൂടെ വരുന്നത് പോലും അനുഭവിക്കുവാനായിട്ട് ആർക്കിടവരുന്നു? ഈ സ്ത്രീക്ക് ഇടവരുന്നു. മനസ്സിലായോ? അങ്ങനെ പലതരത്തിലും ആ സ്ത്രീ അവളിൽ നിന്ന് ഈ സ്ത്രീ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടവരുകയാണ് ചെയ്യുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തു, ഈ സ്ത്രീ ഒന്നിനും സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏജന്റിനോട് പരാതിപ്പെട്ടു. അങ്ങനെ ഏജന്റ് അപ്പോഴാണ് അത് ഇതുവരെയും ഫോണൊന്നും കൊടുത്തിരുന്നില്ല, ഈ സ്ത്രീക്ക് ഫോണൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ ഏജന്റ് വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ, അപ്പോഴാണ് ഈ സ്ത്രീ ആ പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ വിഷമതകളൊക്കെ പറയുവാനൊക്കെ ഇടവരുക, ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പറയുക. അങ്ങനെ അവരെ അവിടെ നിന്ന് മാറ്റുവാനായിട്ട് ഇടവരുന്നു.
മനസ്സിലായോ? അപ്പൊ ദൈവം ഈശോ രക്ഷിക്കുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ്. നമ്മളൊക്കെ പ്രാർത്ഥന ചിലപ്പോഴൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് പ്രാർത്ഥന കുറവാണ് എങ്കിലും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ? നിങ്ങൾ നല്ലവരാണെന്ന് തോന്നുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? ഓക്കെ, അപ്പൊ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്തായിരിക്കാം? ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ? ഒരുപാട് കാര്യം കിട്ടാനായിട്ടൊക്കെയാണ് നമ്മളുടെ പ്രാർത്ഥന. ഇതുപോലെ ഒരു അനുഭവം, ഈശോയെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈശോയെ ഒന്ന് കാണണം, ഈശോയെ ഒന്ന് അനുഭവിക്കണം. ഞാൻ പറഞ്ഞതാണ്, ഈ സ്ത്രീ ഇത്രമാത്രം വേദനയിൽ വേണമെങ്കിൽ സഹകരിച്ചു കൊടുക്കാമായിരുന്നു, അപ്പൊ കൂടുതൽ പണം കിട്ടുമായിരുന്നു അല്ലേ? അപ്പൊ പാപം ചെയ്യുവാനായിട്ട് ദൈവമേ നീ എന്നെ അനുവദിക്കരുത്, അദ്ദേഹത്തിന്റെ കൂടെ സഹിക്കുവാനായിട്ട് ഇടവരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, നീ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ കൂടെ അനുഭവിക്കുവാനായിട്ട്, കൂടെ ഉള്ളതായിട്ട് അനുഭവിക്കുവാനായിട്ട് ഇടവരുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവമേ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വിശുദ്ധമായ ആഗ്രഹമാക്കി മാറ്റുക. ദൈവമേ, ഞാൻ വചനം വായിക്കുന്നു, നിന്നെ അറിയുവാനാണ്, നിന്നെ ഗ്രഹിക്കുവാനാണ്, നിന്റെ കൂടെ നടക്കുവാൻ വേണ്ടി നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം വായിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങളായിട്ട്, ഈശോയുടെ അനുഭവങ്ങളായിട്ട് മാറുവാനായിട്ട് ഇടവരുക. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു അനുഭവം, ഈശോയുടെ ഈ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാളും വേറെ ഒരു വലിയൊരു ലഹരി ഇല്ല എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് കേട്ടിട്ടുണ്ടാവും, ലഹരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈശോയെ അനുഭവിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു ലഹരി നമുക്ക് ലോകത്തിൽ ഒന്നിനും തരുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു സന്തോഷമാണ്, ഒരു ആത്മാവിന് ഒരു വലിയൊരു സന്തോഷം, ആനന്ദം ഉണ്ടാകുവാനായിട്ട് ഇടവരുകയാണ്. നമുക്ക് സാധിക്കുമോ? കുറച്ച് കൂടുതൽ വായിക്കുവാൻ സാധിക്കുകയാണ് നല്ലത്. എങ്കിലും ഇനി അങ്ങനെ അത്രയൊന്നും നിങ്ങൾ സാധിക്കുന്നില്ലെങ്കിലും ഒരധ്യായമെങ്കിലും, എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും ബൈബിൾ വായിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, അപ്പോൾ വായനയുടെ ലക്ഷ്യം മനോഹരമാക്കി മാറ്റണം. എനിക്ക് ഈശോയെ കാണണം, ഈശോയെ അനുഭവിക്കണം. ഈ ഒരു ആഗ്രഹത്തോടെ, ഈ പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മളെ ബൈബിൾ വായന. അല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഈ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വായിക്കുന്ന പോലെ തന്നെയായിട്ട് മാറുകയാണ്. മനസ്സിലായോ? ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയാ, ഇത് വേണ്ട എന്ന് പറയുവാനായിട്ട് നമ്മൾ ഇടവരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന് മനസ്സിലായോ? അപ്പൊ നമുക്കൊന്ന് വേറിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് ബൈബിൾ വായിക്കണം. അങ്ങനെ ചിന്തിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, ഗ്രഹിക്കുവാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എന്താ പറയുക, നമ്മുടെ ബുദ്ധി വികസിക്കും, നമ്മുടെ അറിവ് വികസിക്കുവാനായിട്ട് ഇടവരുന്നു. ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടവരുകയാണ് ചെയ്യുക. അപ്പോൾ നത്താനിയേൽ, ഞാൻ പറഞ്ഞു നമ്മൾ വായിച്ചു നത്താനിയേലിനെ കുറിച്ച് ഒന്ന് വായിച്ചു അല്ലേ? എന്താണ് നത്താനിയേലിന്റെ പ്രത്യേകത? അപ്പൊ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഗുണം കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ നത്താനിയേലിനെ കുറിച്ച്, നത്താനിയേൽ ഇതാണ്, പീലിപ്പോസ് ഈശോയെ കുറിച്ച് നത്താനിയേൽ പറയുന്നു. അപ്പോ നത്താനിയേൽ എന്താ ചോദിക്കുക? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്നാണ് നത്താനിയേൽ ചോദിക്കുക. അപ്പോ പീലിപ്പോസ് അവനോട് പറയുക, വന്ന് കാണാം, നമുക്ക് പോയി കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ ഈശോയുടെ അരികിലേക്ക് നത്താനിയേലും കൊണ്ട് പീലിപ്പോസ് പോവുകയാണ്. അപ്പോൾ നത്താനിയേൽ ഈശോയുടെ അരികിലേക്ക് വന്നപ്പോൾ എന്താണ് ഈശോ അദ്ദേഹത്തെ കുറിച്ച് പറയുക? കേട്ടോ? വചനം വായിച്ചു കേട്ടിരുന്നോ? വചനം വായിച്ചോ? ശ്രദ്ധിച്ചോ? ഈശോ നത്താനിയേലിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ആർക്ക് പറയാം? മടിക്കണ്ട, പറഞ്ഞോ. ആരാ? കൈപ്പൊക്കിക്കാൻ ആർക്ക് പറയാൻ പറ്റാം? എന്താണ് പറഞ്ഞത്? ഓർക്കുണ്ടോ? വായിച്ചു കേട്ടോ? പറഞ്ഞോ, മടിക്കണ്ട, തെറ്റിയാലും കുഴപ്പമില്ല. ഈശോ നത്താനിയേലിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അറിയോ? കാപട്യമില്ലാത്ത, അല്ലെങ്കിൽ വേറെ ഒരു നിഷ്കപടനായ, അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ? നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നാണ് ഈശോ നത്താനിയേലിനെ കുറിച്ച് പറയുക. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഈ നത്താനിയേലിനെ ഇതിനു മുമ്പ് ഈശോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ?
കണ്ടിട്ടില്ല. ഈശോയെ ആദ്യമായിട്ടാണ് നത്താനിയിൽ ആദ്യമായിട്ടാണ് ഈശോയെ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഉടനെ പറയുകയാണ്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. മനസ്സിലായോ? നേരെ മറിച്ച് ഈ നത്താനിയേൽ ഈശോയെ കുറിച്ച് പറയുന്നതാണ്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നാണ് നത്താനിയേൽ ചോദിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും നന്മ നസറത്തിൽ നിന്നുണ്ടാകുമോ എന്ന് തെറ്റായിട്ടാണ് ഈശോയെ കുറിച്ച് പറയുക. എന്നാൽ ഈശോ അവനെ കുറിച്ച് പറയുന്നതാണ്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. മനസ്സിലായോ? അപ്പോ എങ്ങനെയാണ് നീ എങ്ങനെ എന്നെ അറിയുമെന്ന് ആര് ചോദിക്കുന്നു? നത്താനിയേൽ ചോദിക്കുന്നു. നീ എങ്ങനെ എന്നെ അറിയുന്നു? നമ്മൾ ഇതുവരെ ആരും കണ്ടുമുട്ടിട്ടില്ലല്ലോ, നീ എങ്ങനെയാ എന്നെ അറിയുക? അപ്പൊ ഈശോയുടെ മറുപടി എന്താണ് കേട്ടോ? വായിച്ചു കേട്ടോ? മരം. എന്ത് മരം? കറച്ച മരമുണ്ട്. മരം, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. അപ്പൊ എന്തിനാ ഈ നത്താനിയേൽ ഈ അത്തിമരത്തിന്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കണേ? എന്തായിരിക്കാം? അല്ല, കാരണമുണ്ടോ? അറിയോ? നത്താനിയേൽ എന്തിനായിരിക്കാം ഈ അത്തിമരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നത്? എന്തിനായിരിക്കാം? അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ഇപ്രകാരമാണ്. നമുക്കറിയാം, യഹൂദരുടെ നിയമപുസ്തകമാണ് ഞാൻ പറഞ്ഞു, ഏത്? തോറ, അല്ലെ? അപ്പൊ തോറ. അപ്പൊ യഹൂദരെ സംബന്ധിച്ചിടത്തോളം തോറ പഠിക്കുക അല്ലെങ്കിൽ തോറ വായിക്കുക, അപ്പൊ അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു ഇടമാണ് എന്ത്? അത്തിമരത്തിന്റെ ചുവട്. മനസ്സിലായോ? അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ആര്? യഹൂദര് തോറ വായിക്കുക. മനസ്സിലായല്ലോ അല്ലെ? തോറ വായിക്കുന്നത് അത്തിമരത്തിന്റെ ചുവട്. അതിന്റെ പ്രത്യേകത, അത്തിമരം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കണ്ടിട്ടുണ്ടോ? അത്തിമരം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. വലിയ ഇലയൊക്കെയാണ് അതിന്റെ, അല്ലെ? വലിയ ഒരു ഇലയാണ് അതിനുള്ളത്. അപ്പോൾ അതിന്റെ പ്രത്യേകത നല്ല പോലെ തണല് നൽകുന്നു. മനസ്സിലായോ? നല്ല പോലെ തണല് നൽകുന്നു. അതുകൊണ്ടായിരിക്കാം യഹൂദര് ഈ അത്തിമരം തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടവരുക. തോറ വായിക്കുവാനായിട്ട് അത്തിമരം. അതായത് വീട്ടിലാകുമ്പോൾ കുട്ടികളുണ്ടാകാം, ഭാര്യ ഉണ്ടാവാം, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉണ്ടാകാം. അതുകൊണ്ട് വായിക്കുവാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരികയില്ല, അല്ലെ? മനസ്സിലായോ? അപ്പൊ കുറച്ച് മാറി അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അവർ തോറ വായിക്കുന്നു, തോറ പഠിക്കുന്നു. മനസ്സിലായോ അല്ലെ? അപ്പൊ ഈ നത്താനിയേലിന്റെ പ്രത്യേകത ഇതായിരുന്നു, അദ്ദേഹം ബൈബിൾ അല്ലെങ്കിൽ തോറ വായിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോ ബൈബിള് നമുക്കറിയാം, ബൈബിള് വായിക്കുമ്പോ എന്താണ്? നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുന്നു, അല്ലെ? അപ്പൊ ഇതാ എന്റെ മുഖം ബൈബിള് കാണുന്നുണ്ട്. ബൈബിൾ ആരുടെ മുഖമാണ് ബൈബിളിലുള്ളത്? ആരെയാണ് വായിക്കുന്നത്? ഈശോയെ നമ്മൾ വായിക്കുന്നു, അല്ലെ? അപ്പൊ ഈശോ നമ്മുടെ മുമ്പില് ഇരിക്കുകയാണ്. മനസ്സിലായോ? വചനം വായിക്കുമ്പോൾ വചനമാകുന്ന ഈശോ നമ്മുടെ അരികില് ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പൊ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ തോറ എല്ലാ ദിവസവും വായിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അതേ ഈശോ ഈ നത്താനിയേലിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? തോറ വായിക്കുമ്പോൾ ഈ നത്താനിയേലിനെ ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മോട് പറയുന്നത്. ഇതാണ്, നമ്മൾ ബൈബിൾ വായിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന ഒരു ഈശോ, നമ്മുടെ അരികില് ആയിരിക്കുന്ന ഒരു ഈശോയെ, അരികിലുള്ള ഒരു ഈശോയെ കാണുവാൻ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈശോയാണ് കൂടെയുള്ളത്. മനസ്സിലായോ? നമുക്ക് ചിലപ്പോൾ കാണുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല, എന്നാൽ ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കുക. ഇതാണ് ബൈബിൾ വായിക്കുവാൻ. ബൈബിൾ ഉറക്കെ വായിക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ അരികില് കൂടെ ഉണ്ടാവുകയാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീക്ക് ഉണ്ടായത്. ഇതാണ്, ബൈബിൾ വായിച്ചപ്പോൾ ഈശോ തൊട്ട് അരികില് ഉണ്ടാകുവാനായിട്ട് ഇടവരുന്നു. അങ്ങനെ ആ ഈശോയോട് സംസാരിക്കുന്നു. അങ്ങനെ രക്ഷിക്കുന്ന ഒരു ഈശോയെ, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഈശോയെ അനുഭവിക്കുവാനും കാണുവാനൊക്കെ ആയിട്ട് ഈ സ്ത്രീക്ക് സാധിച്ചു. മനസ്സിലായോ? അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ വളരണമെങ്കിൽ നമ്മൾ ബൈബിൾ
ഉറക്കെ വായിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്യുവാൻ, ആ ഈശോയോട്, ബൈബിളിൽ കാണുന്ന ആ ഈശോയോട്, ആ ദൈവത്തോട് നമ്മൾ സംസാരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ചിലപ്പോഴൊക്കെ ഈ ഒരു അനുഭവത്തിലേക്ക് വളരുവാനൊക്കെ ആയിട്ട് ഇടവരുക. അപ്പോൾ ഇതാണ് നത്താനിയന്റെ ഒരു പ്രത്യേകത. ഈശോ നത്താനിയനെ കാണുകയാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മെ കാണുന്ന ഒരു ഈശോ നമ്മുടെ അരികിലാണ് ഈശോ ഉള്ളത്. അരികിൽ ഇരിക്കുന്ന ഒരു ഈശോയാണ്. അപ്പോൾ ഈശോയ്ക്ക് നമ്മളെ കാണാതിരിക്കാൻ പറ്റത്തില്ല, ഉപേക്ഷിക്കുവാനും പറ്റത്തില്ല. മനസ്സിലായോ? അതാണ് ബൈബിൾ വായിക്കുവാനായിട്ട് പറയുക. ഇനി ഒരു ബൈബിൾ വായിച്ച, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക്, ഞാനിങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു അനാഥ മന്ദിരത്തിലെ സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് പേര് ധ്യാന കേന്ദ്രമൊക്കെ ആയതുകൊണ്ട് കുറേ പേര് ഇങ്ങനെ കാണുവാനൊക്കെ ആയിട്ട് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞങ്ങൾ കപ്പൂച്ചിൻ അച്ഛന്മാരായതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ കാര്യങ്ങളൊക്കെ നടക്കും, സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ആര് വരുന്നത്? ഞങ്ങളതിലേക്ക് ഓരോരുത്തരെ കാണുവാനൊക്കെ ആയിട്ട് വരുന്നത്. ശരിയാവണമെന്നില്ല, ചിലപ്പോൾ അവർ പ്രാർത്ഥിച്ചാലായിരിക്കും കൂടുതൽ ലഭിക്കുവാനൊക്കെ ഇട്ടിട്ട് വരിക. അപ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ അച്ഛന്മാർ കപ്പുച്ചന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് നടന്നു കിട്ടും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു അമ്മച്ചി, ഒരു അമ്മൂമ്മ എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ, ഓക്കെ, അമ്മൂമ്മയെ ഒരു മകനെ, അത് അമ്മൂമ്മയുടെ മകനെയും കൊണ്ട് കാണുവാനായിട്ട് വരികയാണ്. അപ്പോൾ ഈ മകന്റെ പ്രത്യേകത ഇതാണ്. അവനെ ഇങ്ങനെ ബിടെക് ഒക്കെ പഠിച്ച് കഴിഞ്ഞു, പല സ്ഥലത്തും ജോലിക്ക് അപേക്ഷിച്ചു, ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് തെക്ക് വടക്കായിട്ട് നടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട്, എന്താണ് നമ്മൾ പറയാറുണ്ട്, തടസ്സങ്ങൾ, എന്താണ് ജോലി കിട്ടുവാനുള്ള തടസ്സം, അല്ലേ? അത് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കപ്പച്ചൻ അച്ഛന്മാരുടെ അടുത്തൊക്കെ പോകുവാനായിട്ട് വരുവാനൊക്കെ ആയിട്ട് ഇടവരുക. ഓക്കെ. അപ്പോൾ ഈ അമ്മച്ചി ഈ മകനെയും കൊണ്ട് ഈ തടസ്സം മാറ്റുവാൻ, ജോലി കിട്ടാത്തതിൻ്റെ തടസ്സം മാറ്റുവാനായിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ കുറേ സംസാരിച്ചു. മകൻ ഇങ്ങനെയാണ്, അവനാകെ നിരാശനായിട്ട് മാറിയിരിക്കുകയാണ്. കുറേ പഠിച്ചു, ഇപ്പോൾ 27 വയസ്സായി. ജോലി കിട്ടിയാലാണ് വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു ബോധ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിഷമതകളായിട്ടാണ് ഈ മകനെയും കൊണ്ട് അമ്മച്ചി എൻ്റെ അരികിലേക്ക് കടന്നു വരിക. അപ്പോൾ വിദേശത്ത് പോകുവാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ ജർമ്മനിയിലേക്ക് എങ്ങനെയും പോകണമെന്നുള്ള ചിന്തയോടെയാണ് അദ്ദേഹം ഇങ്ങനെ തിരക്ക് പിടിച്ച് വരുവാനൊക്കെ ആയിട്ട് ഇടവരുക. എന്തെങ്കിലും മാർഗം, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നീക്കി എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം. അപ്പോൾ ഈ അമ്മച്ചി ഈ മകനെയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ടാറില്ല സാധാരണ, വ്യക്തമാക്കി പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ അമ്മച്ചി ചിലപ്പോൾ കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ, ഇനി ഉറപ്പൊന്നുമില്ല, എന്നെ ഇനി സഭയ്ക്കൊന്നും ചെയ്യരുത്, ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഈ ഒരു കാര്യം, അതായത് ഇന്ന് ബൈബിള് നമുക്ക് വായിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ മൊബൈലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? മൊബൈലിൽ നമുക്ക് ബൈബിളുണ്ട്, അല്ലേ? മൊബൈലിലും നമുക്ക് ബൈബിൾ കണ്ടെത്താനായിട്ട് ഇടവരും. അപ്പോൾ ഓഡിയോ ബൈബിൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഓഡിയോ ബൈബിൾ കേൾക്കാറുണ്ടോ? കേൾക്കുന്നത് നല്ലതാണ്, അല്ലേ? ഓക്കെ. ഓഡിയോ ബൈബിൾ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ബൈബിളിൽ അവൻ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ, കാണുന്നത് തന്നെ, അറിയുന്നത് തന്നെ ഓഡിയോ ബൈബിൾ എന്ന് കേട്ട ആദ്യമായിട്ടാണ്. വേറെ ഒരുപാട് കാര്യങ്ങൾ മൊബൈലിൽ കാണാറുണ്ട്, ഓഡിയോ ബൈബിളൊന്നും കാണാറില്ല. അപ്പോൾ ഇങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു, നീ ജർമ്മനിക്ക് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യും, ജർമ്മൻ ഭാഷയിൽ ഓഡിയോ ബൈബിളുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ ജർമ്മൻ ഭാഷയിൽ ഉള്ള ഓഡിയോ ബൈബിൾ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വരും, അല്ലേ? ഓഡിയോ ബൈബിൾ വരും. ഒരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും ഈ ബൈബിള്, പ്രത്യേകിച്ച് സുവിശേഷം, മനസ്സിലായോ? സുവിശേഷം ഒന്ന് കേൾക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, കേൾക്കുന്നതനുസരിച്ച് പറയുവാനായിട്ട് സാധിക്കണം. മനസ്സിലായോ?
ആ കേൾക്കുന്നതനുസരിച്ച് പറയുവാനായിട്ട് സാധിക്കണം. അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ജർമ്മൻ ഇതിന്റെ ഗുണങ്ങൾ ഇതാണ്. ഒന്ന്, നിനക്ക് ജർമ്മൻ ഭാഷ, നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മൻ ഭാഷ നല്ല പോലെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടവരും, നല്ല പോലെ മനസ്സിലാക്കുവാനായിട്ട് ആ സ്ലാങ്ങില് പറയുവാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ വെറുതെ പറയല്ല, ശബ്ദത്തിൽ പറയണം, ഉറക്കെ പറയണം. ആ സ്ലാങ്ങില് ജർമ്മൻ ഭാഷ, അതായത് ഇപ്രകാരം ഞാൻ പറഞ്ഞു, ഹെഡ്ഫോൺ വയ്ക്കാം, കണ്ണടച്ചിരിക്കുക, ഓഡിയോ ബൈബിൾ, ജർമ്മൻ ഭാഷയിൽ ഓഡിയോ ബൈബിൾ വയ്ക്കാം, കണ്ണടച്ചിരിക്കുക. എന്നിട്ട് 1 മണിക്കൂർ, എല്ലാ ദിവസം 1 മണിക്കൂർ കേൾക്കുക, 1 മണിക്കൂറെങ്കിലും കേൾക്കുക. കേട്ടിട്ട് അത് ഉറക്കെ ശബ്ദത്തില് അതേപോലെ തന്നെ പറയുവാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ അല്ലേ? ഓക്കെ. അപ്പോൾ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ ശ്രമിക്കുമെന്ന് വിചാരിച്ചില്ല. അവനിങ്ങനെ ചെന്ന് ഇതുപോലെ ബൈബിൾ, ഓഡിയോ ബൈബിൾ എടുത്തു, ജർമ്മൻ ഓഡിയോ ബൈബിൾ എടുത്തു. അങ്ങനെ അവൻ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുവാനായിട്ട് തുടങ്ങി. ആ കേൾക്കുന്നതനുസരിച്ച് ഉറക്കെ ശബ്ദത്തിൽ അവൻ പറയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവനുണ്ടായ മാറ്റങ്ങൾ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ ഭാഷ ഒന്ന് നല്ല പോലെ കൈകാര്യം ചെയ്യുവാനായിട്ട്, ഭാഷ നല്ലപോലെ സംസാരിക്കുവാനായിട്ട് ഇടവരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ പ്രശ്നം ഇതാണ്, മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ചിന്തിക്കാന്നൊക്കെയാണ്. ബൈബിൾ വായിക്കുന്നത് മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? മോശക്കേടാണ് അല്ലേ? ചെറുപ്പക്കാരനാണ്, മോശക്കേടുണ്ടാകും അല്ലേ? ഒരുപാട് അപമാനം ഉണ്ടാകും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ തെറ്റിയാലൊന്നും, നീ തെറ്റുമോ എന്നുള്ള ഒരു വേറെ ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, തെറ്റിയാലൊന്നും വിരോധമില്ല, വിഷമം വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? കേൾക്കുന്നത് ആരാണ്? മാതാപിതാക്കളാണ് അല്ലേ? അവർക്കൊരു കുന്തവും ജർമ്മൻ ഭാഷ അറിയില്ല അല്ലേ? അപ്പൊ തെറ്റിയാലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവനത് കേൾക്കുവാനായിട്ട് ഇടവരുന്നു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ അവന് എന്താ പറയാ, ആ ഭാഷ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടവരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ഏകാഗ്രത, കോൺസെൻട്രേഷൻ കിട്ടുവാനായിട്ട് ഇടവരുന്നു. മനസ്സിലായോ? അപ്പം ഒന്നാമത് ഭാഷ, ജർമ്മൻ ഭാഷ ഫ്ലുവൻ്റായിട്ട് പറയുവാനായിട്ട് അവൻ ശീലിച്ചു. രണ്ടാമത് കോൺസെൻട്രേഷൻ, അതായത് 1 മണിക്കൂർ ഇങ്ങനെ കേട്ട് അത് പറയണമെങ്കിൽ, അതുപോലെ തന്നെ പറയണമെങ്കിൽ കുറച്ചൊന്നല്ല കോൺസെൻട്രേഷൻ ആവശ്യം അല്ലേ? നല്ല പോലെ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ നല്ല പോലെ അവന് കോൺസെൻട്രേഷൻ കിട്ടുവാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ അതിനുശേഷം ഇങ്ങനെ പതുക്കെ ഈ ബൈബിളിനെ കുറിച്ച് അവന് ചിന്തകൾ വരുവാനായിട്ട് ഇടവരുകയാണ് ചെയ്യുക, ചിന്തിക്കുവാനായിട്ട് ഇടവരുന്നു. അപ്പോൾ പിന്നെ എക്സാം ഉണ്ട്, B2 എക്സാം അങ്ങോട്ടുണ്ട് അല്ലേ? B2 എന്നല്ല പറയാം, ഓക്കെ. B2 എക്സാം ഉണ്ട്. അതിന് അവനിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ B2 എക്സാമിൻ്റെ സമയമായി, 2 മാസമൊക്കെ ആയപ്പോഴും B2 എക്സാമിൻ്റെ സമയമായി. അങ്ങനെ എക്സാം എഴുതുവാനായിട്ട് അവൻ പോവുകയാണ്. അങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് ആ ഈശോയുടെ സാന്നിധ്യം അവൻ്റെ അരികിൽ ഉണ്ട് എന്ന ഒരു തോന്നല് അവനുണ്ടായെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ സുഖമായിട്ട് ആ ഭാഷ എഴുതുവാനായിട്ട്, ജർമ്മൻ ഭാഷ എഴുതുവാനായിട്ട് അവന് സാധിച്ചു. ഭാഷ അത് പാസ്സായി. പതുക്കെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവന് വിദേശത്ത് പോകുവാനായിട്ട് ഇടവന്നു. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞേ. നേരെ മറിച്ച് ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക, ചിലപ്പോൾ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ 2-3 മാസം, ഇത്രയും നാള് വർഷങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് ഇവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദേശ ജോലി കിട്ടുവാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും നാളായിട്ട് ഒരു മാർഗം കിട്ടിയിട്ടില്ല. അധികം തടസ്സം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നു. ഇന്നിതാ ബൈബിൾ കേട്ടപ്പോൾ വചനം ഇങ്ങനെ, അതായത് ഓഡിയോ ബൈബിൾ കേൾക്കുവാനും അതനുസരിച്ച് പറയുവാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ ഇതാ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുവാനായിട്ട് ഇടവരുന്നു. അതിനപ്പുറത്ത് ഈശോ കൂടെയുണ്ട് എന്ന് അനുഭവിക്കുവാനായിട്ട് ഇടവരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ബൈബിളിന്റെ ഒരു ഗുണമെന്ന് പറയുന്നതാണ്. നമ്മൾ ബൈബിൾ കേൾക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അത് ഈശോയുടെ ആ വലിയ സാന്നിധ്യം നമ്മുടെ അരികിൽ ഉണ്ടാകുവാനായിട്ട് ഇടവരുന്നു. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഇതാണ് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ വഴികളിൽ ഒരുപാട്
തടസ്സങ്ങൾ ഉണ്ട്, അല്ലേ? നമ്മൾ എത്ര ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നടക്കാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ ധ്യാനം കൂടാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നോക്കുക, തടസ്സങ്ങളില്ലാത്ത ഒരു ജീവിതമില്ല. എൻ്റെ ജീവിതം തടസ്സങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സങ്ങളാണ്. എന്ത് ചെയ്യാം? ചില കാര്യങ്ങൾ നടന്നു എന്ന് വരികയില്ല, അല്ലേ? അപ്പോൾ അതേ സമയം ചില വഴികൾ നമുക്ക് തുറന്നു കിട്ടുവാനായിട്ട് ഇടവരുന്നുണ്ട്. എപ്പോ? വചനം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ചില വഴികൾ നമുക്ക് തുറന്നു കിട്ടുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്, അതൊരു ഭൗതികമായ നേട്ടമായിരിക്കാം, അല്ലേ? എങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുണം ഇന്നും അദ്ദേഹം ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അദ്ദേഹം പറയുക ഇപ്രകാരമാണ്: ഇന്നും ആ വചനം കേൾക്കുന്നുണ്ട്. മനസ്സിലായോ? ഇന്നും ചിലപ്പോൾ 1 മണിക്കൂർ കിട്ടാറില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ എന്ത് തന്നെയായാലും ഞാൻ ബൈബിൾ കേട്ടിട്ടേ ജീവിതം തുടങ്ങുള്ളൂ എന്നാണ് അദ്ദേഹം പറയുക. മനസ്സിലായോ? അപ്പോൾ ആ ഈശോയോട് വലിയൊരു ഇഷ്ടവും ആ ഈശോയുടെ സാന്നിധ്യവും ഇന്നും അദ്ദേഹത്തിന് അനുഭവിക്കുവാനായിട്ട് ഇടവരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊന്ന് ഒരു എന്ത് തന്നെയായാലും ബൈബിൾ വായിച്ച ഏതെങ്കിലും തരത്തിലെ ഒരു ഗുണം നമുക്ക് ലഭിച്ചിരിക്കും, അത് ഉറപ്പാണ്. അത് ചിന്തിക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഗ്രഹിക്കുവാനായിട്ട്, അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനനം ചെയ്യുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാനായിട്ട് ഇടവരും. പറ്റുമോ? നമുക്ക് പറ്റുമോ? സാധിക്കുമല്ലോ, അല്ലേ? സാധിക്കുമല്ലോ, അല്ലേ? ബൈബിൾ വായിക്കുവാൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ പല മാർഗങ്ങളുണ്ട്, നമുക്കറിയാം. പല മാർഗങ്ങളുണ്ട് ഇന്ന് ബൈബിൾ വായിക്കുവാനായിട്ട്. നമുക്ക് ബൈബിളുണ്ട്. ഇനി ഇംഗ്ലീഷ് ഓഡിയോ ബൈബിളുണ്ട്, മലയാളം ഓഡിയോ ബൈബിളുണ്ട്. ഏതെങ്കിലും രീതികളിൽ കേൾക്കുവാനായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായി വായിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഈ ഒരു അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ ഒരു അച്ഛൻ പ്രാർത്ഥിച്ചാൽ, ഒരു ബിഷപ്പ് പ്രാർത്ഥിച്ചാലൊന്നും മാറണമെന്ന് യാതൊരു വക നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് കൗൺസിലേഴ്സിൻ്റെ അരികിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ സാധിക്കും, മാറില്ല എന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറാൻ സാധ്യതയില്ല. എന്നാൽ ഈശോയുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ പതുക്കെ മാറുവാനായിട്ടിട വരുന്നു, അനുഗ്രഹമായിട്ട് മാറുന്നു. അതെ, അല്ലെങ്കിൽ വേറെ വഴികളായിരിക്കാം. ഞാൻ പറഞ്ഞു, ഈ മാതാവിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. മാതാവ് ഈശോയുടെ അമ്മയുടെ ദാസിയാകുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. എന്നാൽ അതാ ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കൊടുത്തതുപോലെ ഈശോയുടെ അമ്മയായിട്ട് മാറുവാനായുള്ള അനുഗ്രഹമായി മാറി. അപ്പോൾ ഇതാണ് ഈശോ. ബൈബിൾ വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിനെ മനനം ചെയ്യുവാനും സംഗ്രഹിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെ അനുഗ്രഹങ്ങളായിട്ട് മാറുവാനായിട്ട് വരും. പറ്റുമോ? എല്ലാവരും ബൈബിൾ വായിക്കാം, അല്ലേ? ഇനി ഓഡിയോ ബൈബിളുണ്ട്. നമുക്ക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ജർമ്മനിലുണ്ട്, എല്ലാ ഭാഷകളിലും ഓഡിയോ ബൈബിളുണ്ട്. ഒന്ന് യാത്ര ചെയ്യുമ്പോഴെങ്കിലും നമുക്ക് ബൈബിൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ കാറിലാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ ബൈക്കുമേ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്, അല്ലേ? മനസ്സിലായല്ലോ, അല്ലേ? ബൈക്കുമേ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്. മറ്റ് വാഹനങ്ങളിലാകുമ്പോൾ അത് കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ കേട്ടുകൊണ്ട് വാഹനം ഓടിപ്പിക്കുവാനും കൂടിയായിട്ട് സാധിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രിയമുള്ള കൂട്ടുകാരെ, ഈശോ നമ്മുടെ കൂടെ, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ഈശോയെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈ ധ്യാനത്തിലൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരിക്കണം. ഈ ബൈബിൾ വായിക്കുന്നതിലൂടെ ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ കിട്ടില്ല എന്നല്ല പറയുക, അത് കിട്ടുമായിരിക്കാം. അതിന് അപ്പുറത്തായിട്ട് ഈശോയെ അനുഭവിക്കണം, ഈശോയെ കാണണം. മനസ്സിലായോ? ഈ ഒരു ചിന്തയോടെ, ഈ ഒരു പ്രാർത്ഥനയോടെ വചനം വായിക്കുന്നവരായിട്ട് മാറാനും കൂടെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം.